പശ്ചിമേഷ്യയിൽ യുദ്ധം വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ്. ഹമാസിൻ്റെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ബോംബാക്രമണം അഭംഗുരം അനവരതം തുടർന്നു പോവുകയാണ്. മരണസംഖ്യ ഏതാണ്ട് 25,000 അടുക്കും. ഇസ്രായേലാണെങ്കിൽ യുദ്ധം നിർത്താൻ യാതൊരു പരിപാടിയുമില്ല. അന്തർദേശീയ കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളെ തുടർന്ന് കോടതി എന്ത് വിധി കൽപ്പിച്ചാലും ഞങ്ങൾ യുദ്ധം തുടരും എന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇസ്രായേൽ തോറ്റു കഴിഞ്ഞു, തോൽവി സമ്മതിക്കാൻ എന്താണ് വിഷമം എന്നാണ് നമ്മുടെ മീഡിയ വൺ ചാനലിൽ ഈ അടുപ്പുകൂട്ടി ചർച്ച നടത്തുന്ന ഡി കമ്പനിക്കാർ ചോദിക്കുന്നത്. ഡി കമ്പനിയുടെ കണക്ക് പ്രകാരം ഇസ്രായേൽ തോറ്റു കഴിഞ്ഞു. വിജയാഹ്ലാദ ഘോഷയാത്ര മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ വൈകുന്നേരം വെള്ളിമാട് കുന്നിൽ നിന്ന് ആരംഭിച്ച് വലിയങ്ങാടി വഴി കോഴിക്കോട് കടപ്പുറത്ത് അവസാനിക്കാനാണ് സാധ്യത. അതേസമയത്ത് തന്നെ ഹൂതികൾ എന്ന് പറഞ്ഞ ഒരു ചെറു ഗുണ്ടാസംഘം, അവർ യമൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നവരാണ്. അവർ ലാത്തിരി പൂത്തിരി കമ്പിത്തിരിയൊക്കെ കത്തിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തെ വെല്ലുവിളിക്കുകയാണ്. ചെങ്കടൽ വഴി പോകുന്ന എല്ലാ കപ്പലുകളെയും ഞങ്ങൾ ആക്രമിക്കും, തകർക്കും, തരിപ്പണമാക്കും, അങ്ങനെ ഇസ്രായേലിനെ കെട്ടുകെട്ടിക്കും എന്നുള്ളതാണ് അവരുടെ പരിപാടി. ഇസ്രായേലിൻ്റെ പതാക പാറുന്ന കപ്പലുകളെയാണ് ആദ്യം ആക്രമിച്ചത്. പിന്നീട് യഹൂദന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന് അവർ വിചാരിക്കുന്ന കപ്പലുകളെയും ആക്രമിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണും പൂട്ടി വരുന്ന എല്ലാ കപ്പലുകളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോണം അമേരിക്കയും ബ്രിട്ടനും അവരുടെ ബിസിനസ് പങ്കാളിയായ ബഹ്റിനും അടക്കം ഈ ഹൂതികൾക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കും. അമേരിക്കയുടെയും അതുപോലെ ബ്രിട്ടൻ്റെയും യുദ്ധവിമാനങ്ങൾ അവിടെ ഈ യമനിൽ ചെന്ന് ബോംബാക്രമണം നടത്തി ഇവരെ യമപുരിക്ക് അയക്കച്ചു. അവിടെ കൊണ്ട് പ്രശ്നം തീർന്നില്ല. ഹിസ്ബുള്ള എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പുണ്ട്. അവർ ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു സൈനിക വിഭാഗമാണ്. അവരും ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പ്രഖ്യാപനമൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ പ്രവൃത്തിയിൽ അത് കാണുന്നില്ല. ഇറാനും ഇടയ്ക്കിടയ്ക്ക് ഭീഷണി മുഴക്കുന്നുണ്ട്, ഞങ്ങൾ ഉടനെ യുദ്ധരംഗത്ത് പ്രവേശിക്കും, ഇസ്രായേലിനെ നിലം പരിശാക്കും എന്നൊക്കെ. ഈ പ്രഖ്യാപനം തുടങ്ങിയിട്ട് ദിവസം 100 കഴിഞ്ഞു, പക്ഷേ ഇതുവരെ പ്രവൃത്തിയിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലെബനോണിൽ ചെന്ന് ഹമാസിൻ്റെ സൈനിക മേധാവിയെ ഇസ്രായേൽ കൊലപ്പെടുത്തി. അപ്പോഴും ഇറാൻ ഭീഷണി ആവർത്തിച്ചു, വെല്ലുവിളി ആവർത്തിച്ചു, ഇപ്പോൾ ഇടപെട്ടുകളയും എന്ന് പറഞ്ഞു. പക്ഷേ ഇടപെടലുണ്ടായില്ല. അതിൻ്റെ പുറകെയാണ് ഇറാനിൽ അതിഗംഭീരമായ ചാവേർ ബോംബാക്രമണം ഉണ്ടായി. അതിൻ്റെ ഫലമായി ഏതാണ്ട് 100നും 110നും ഇടയ്ക്ക് ആളുകൾ പരലോകപ്രാപ്തരായി. അപ്പോഴും ഇറാൻ തിരിച്ചടിക്കും ഭീഷണി ആവർത്തിച്ചു. അമേരിക്കയും ഇസ്രായേലിനെയും പാഠം പഠിപ്പിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞതിൻ്റെ പുറകെ വേറൊരു അപകടം സംഭവിച്ചു. അതായത് ഈ ബോംബാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തു. ഇസ്ലാമിക് സ്റ്റേറ്റിനാണ് ഉത്തരവാദിത്തം, അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ഇതിൽ പങ്കില്ല എന്നവർ പറഞ്ഞത്. അതിനെ തുടർന്ന് ഇറാൻ ആകെ ആശങ്കാകുലരായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന ഒരു പ്രതിസന്ധിയിലേക്ക് പോയി. അവർ ഉടനെ തന്നെ ഇറാഖിലുള്ള അമേരിക്കയുടെ ഒരു കേന്ദ്രം ആക്രമിച്ചു. ഇത് ഇസ്രായേലിൻ്റെ കേന്ദ്രമാണ്, ഞങ്ങൾ യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തു എന്ന് അവർ പ്രഖ്യാപിച്ചു. അതിനൊപ്പം തന്നെ സിറിയയിലും ആക്രമണം നടത്തി. അവിടെ കൊണ്ട് അവസാനിച്ചില്ല, പാകിസ്ഥാനിലും ആക്രമണം നടത്തി. പാകിസ്ഥാൻ അമേരിക്കയോട് സ്നേഹമുള്ള, അമേരിക്കയിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിച്ചിരുന്ന, ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം നമുക്കറിയാം. പാകിസ്ഥാനിൽ എന്തിനാണ് ഇറാൻ ആക്രമണം നടത്തിയത് എന്നുള്ളത് അപ്പോഴും വ്യക്തമായിരുന്നില്ല, ഇപ്പോഴും വ്യക്തമല്ല. അവർ പറയുന്നത് ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന, ഇറാനെ പലതരത്തിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദികൾക്ക് നേരെയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത്. ഏതാണ്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ ആദ്യകാലത്ത്, പിന്നീട് അവസാന കാലത്തും, ഈ ഒന്നാം മോഡി സർക്കാരിൻ്റെ ആദ്യകാലത്തും അവസാന കാലത്തും ചെയ്ത പോലെ അതിർത്തി കടന്ന് പാകിസ്ഥാനെ ആക്രമിച്ച പോലെ ഇപ്പോൾ ഇറാനും ഇന്ത്യയുടെ മാതൃക പിന്തുടർന്ന് പാകിസ്ഥാനെ ആക്രമിക്കുകയാണ് ചെയ്തത് എന്നുകൂടെ മനസ്സിലാക്കാൻ. പക്ഷേ ഇറാൻ്റെ ആക്രമണം തീവ്രവാദികൾക്ക് നേരെ ആയിരുന്നെങ്കിലും മരിച്ചത് 2 പെൺകുട്ടികളായിരുന്നു. അത് പ്രായപൂർത്തിയാകട്ടെ. നമ്മുടെ പാലക്കാട്ട് പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ച സിറാജു നിസയെ പോലെ 2 പാവപ്പെട്ട നിരപരാധികളായ നിഷ്കളങ്കരായ 2 പെൺകുട്ടികളാണ് ഈ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ മര്യാദയ്ക്ക് ഒരാക്രമണം നടത്താൻ അറിയാൻ പാടില്ലാത്ത രാജ്യമാണ് ഇറാൻ എന്നവർ തെളിയിച്ചു. തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചടിക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം പാകിസ്ഥാൻ ഇങ്ങനെ പലതും പറയുമെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമല്ല ഇതുപോലെയുള്ള ഘട്ടങ്ങൾ. ഇപ്പോൾ ഇന്ത്യക്കാർ തിരിച്ചടിച്ചപ്പോൾ പാകിസ്ഥാൻകാർ കൈയും കെട്ടി നിൽക്കുകയും ചെയ്തുള്ളൂ, തിരിച്ചൊന്നും ചെയ്തില്ല. ഇറാൻ്റെ കാര്യത്തിൽ അവർ സംയമനം പാലിക്കും, വെറുതെ അനാവശ്യമായി യുദ്ധത്തിന് പോകില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ പാകിസ്ഥാൻകാർ അങ്ങനെയല്ല, അവർ വാക്കിന് വിലയുള്ളവരാണെന്ന് തെളിയിച്ചു. മാത്രമല്ല പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് ഈ മാസം ഈ ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുകയാണ്.
അവിടെ ഇമ്രാൻഖാൻ്റെ പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗും അതുപോലെ പീപ്പിൾസ് പാർട്ടിയും ഒക്കെ സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇപ്പോൾ തിരിച്ചടിച്ചില്ലെങ്കിൽ അത് രാഷ്ട്രീയ ഭാവിയെ ബാധിച്ചാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അവിടെ ഇടക്കാല സർക്കാർ, താൽക്കാലിക സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ പാകിസ്ഥാൻ ഇറാനിലേക്ക് തിരിച്ച് മിസൈൽ ആക്രമണം നടത്തി. അവിടെ 9 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എത്ര പേര് മരിച്ചു എന്നുള്ളത് അവിടെയുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെയും കൊല്ലപ്പെട്ടത് ഏതാണ്ട് സാധാരണക്കാർ തന്നെയാണ്, അതിലും കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇറാൻകാരും പാകിസ്ഥാൻകാരും പരസ്പരം മിസൈലുകൾ അയച്ച് കുട്ടികളെ കൊലപ്പെടുത്തുന്നതിൽ ആർക്കും വലിയ ആശങ്കയൊന്നും ഇവിടെ കാണില്ല. അപ്പം ഞാനിതേക്കുറിച്ച് പ്രതികരിക്കുന്നു അല്പം കൂടി കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ, നമ്മുടെ മൗദൂദി ചാനലിൽ അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ആൾക്കാർ എന്താ പറയണമെന്ന് നോക്കാമെന്ന് വിചാരിച്ചാൽ, അവർ അടുപ്പൂട്ടി ഈ വിഷയം ചർച്ച ചെയ്തു, അല്ലാണ്ട് മാലദ്വീപിലെ പോലെ മൗനം പാലിച്ചില്ല. അടുപ്പൂട്ടി ചർച്ചയിൽ തെളിഞ്ഞു വന്ന സംഭവം എന്ന് വെച്ചാൽ, ഇറാനും പാകിസ്ഥാനും തമ്മിൽ നടന്ന കയ്യാങ്കളി അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്, അപലപനീയമാണ്. ഒരു രാജ്യത്തും ഇങ്ങനെയുള്ള ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഇറാൻ പാകിസ്ഥാനെയും പാകിസ്ഥാൻ ഇറാനെയും ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല. പക്ഷേ ഈ ചർച്ചക്കാർക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. അവർ കരുതുന്നത് രണ്ടും ചൈനയുടെ സഖ്യരാഷ്ട്രങ്ങളാണ്. ഇറാനെ നിലനിർത്തുന്നത് ചൈനയാണ്, പാകിസ്ഥാനും ചൈനയുടെ ഒരു സുഹൃത്ത് രാജ്യമാണ്. അപ്പം ഇങ്ങനെ ഈ ചേട്ടാന്യന്മാർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ചൈനക്കാരിടപെടും. ചൈന ഇടപെട്ട് സംഗതി സലാമത്താക്കും എന്നാണ്. ഈ ചർച്ച നടത്തുന്നവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ അത് അവർ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല. ചൈന ഇടപെട്ട് കഴിഞ്ഞാൽ പാണ്ഡനും മണിയനും തമ്മിലുള്ള അപ്പം പങ്കുവച്ച കഥ പോലെയോ. ചൈന ആദ്യം ഒരു കടി കടിക്കും, അപ്പോൾ ഇത് ഒരു വലിയ കഷ്ണം അവൻ്റെ വായിലാവും, അപ്പോൾ മറ്റത് ചെറുതാവും, അവിടെ കടിക്കും. അങ്ങനെ കടിച്ച് വരുമ്പോൾ പിന്നെ ഇറാനും ഉണ്ടാവില്ല, പാകിസ്ഥാനും ഉണ്ടാവില്ല. അവരുടെ അണ്ടർവെയർ വരെ ചൈനക്കാർ ഊരിമേടിക്കും. ചൈന ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവനൊക്കെ കുത്തുവാളെടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ത്യക്ക് പോലും ഇതുപോലത്തെ അബദ്ധം പിണഞ്ഞതാണ്. അത് പിന്നെയാണ് നമ്മൾ അവനെ പരമാവധി അകറ്റി നിർത്തുന്നത്. ചൈനക്കാരെ പോലെ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത യാതൊരു വിഭാഗവും ഇല്ല. ശ്രീലങ്കയെ ഒരു വഴിക്കാക്കിയതും പാകിസ്ഥാനെ പെരുവഴിയാക്കിയതും ഇപ്പോൾ മാലിദ്വീപിനെ ഏറ്റെടുത്ത് താലോലിക്കുന്നതും ഒക്കെ വെറുതെ അല്ല. ഇത് മുഴുവനും അവർ അമ്മാക്കിക്കളയും. ഇത് ഈ ചർച്ച നടത്തുന്നവർക്ക് അറിയാൻ പാടാനായിട്ടാണോ ഇത് കാണുന്ന പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ചൈനയുണ്ട് എന്നുള്ളതാണ് ഇവരുടെ സമാധാനം. ചൈന ഇടപെട്ട് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം അവസാനിപ്പിക്കട്ടെ, ലോകത്ത് സമാധാനം പുലരട്ടെ, അങ്ങനെ ശാശ്വത സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പാറിപ്പറക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ബാക്കി അടുത്ത ഒരവസരത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.